ശങ്കുട്ടി ദാസ്, നമ്മൾ ക്വിഡ് പ്രോ കോ എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു, തിരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരുന്നു എന്ന ഏർപ്പാടാണ് ഈ എക്സാലോജിക് CMRL പണമിടപാടിൽ നടന്നത് എന്ന് സംശയമുയർത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ അറ്റോമിക് മിനറൽസ് കൺസെഷൻ റൂൾസിനും ശേഷം സ്റ്റിൽ ഈ പറഞ്ഞ CMRLന്റെ പങ്കാളിത്തമുള്ള കമ്പനിക്ക്, CMRLന്റെ ഉപ കമ്പനിക്ക് ഖനനം കൊടുക്കാൻ കഴിയുമോ എന്ന ഓപ്ഷൻ സർക്കാർ നോക്കി അത് മുഖ്യമന്ത്രി മുൻകൈയെടുത്തു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഗൗരവമുള്ളൊരു ആരോപണമായി തന്നെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത്. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ വിധി, ഇവിടെ രണ്ടുപേരും മുന്നേ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി ഒരു ക്ലോസ് വെച്ചിട്ടുള്ള ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലും ഈ സെക്ഷൻ 17(2)ന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പൊതുമേഖലയ്ക്ക് മാത്രമേ ഖനനം നടത്താൻ അധികാരമുള്ളൂ എന്നൊരു നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ഈ പറയുന്ന സെക്ഷന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ആ ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുക്കാനാണ് ശ്രമിക്കേണ്ടിയിരുന്നത്. തുടർച്ചയായി 3 കൊല്ലക്കാലം അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരുടെ അപേക്ഷ 4 ലീസുകൾ റദ്ദാക്കിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഈ ലീസുകൾ മടക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വളരെ പോസിറ്റീവായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇന്നത്തെ രേഖകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വകുപ്പ് അല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തുന്നുണ്ട്. മാത്രമല്ല അതിൽ ഉദ്യോഗസ്ഥന്മാർ എഴുതിയിട്ടുള്ള ചില നോട്ടുകളിൽ പറയുന്നത് CM അടുത്ത മാസം 15-ാം തീയതി റിവ്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ PPD ഒക്കെ തയ്യാറാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി വളരെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം എടുത്തിരുന്നു. എന്തായിരുന്നു ആ താല്പര്യം? ഇതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് യാതൊരു സേവനവും കൊടുക്കാതെ CMRL നിന്ന് എല്ലാ മാസവും 8 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ വ്യക്തിപരമായിട്ടും 3 ലക്ഷം രൂപ കമ്പനിയുടെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധികൾക്ക് ഇത് ക്വിഡ് പ്രോ കോ അല്ലെന്ന് പറയുന്നവർക്ക് പോലും വിശദീകരിക്കാൻ കഴിയാത്തൊരു കാര്യം, പിന്നെ എന്തിനായിരുന്നു ഈ വീണ വിജയന്റെ കമ്പനിക്ക് വീണ വിജയന് പണം കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായിരുന്നു? ഒരു സേവനവും ഇല്ലെന്ന് തുടർച്ചയായിട്ട് 3 ഏജൻസികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ഈ ചർച്ചയിൽ കാണുമ്പോൾ ഇവിടെ ഈ പറയുന്ന എല്ലാ വെളിപ്പെടുത്തലും വരുന്നത് എവിടെ നിന്നാണെന്ന് ആലോചിച്ച് നോക്കണം. കാരണം തുടർച്ചയായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു അറേഞ്ച്മെന്റിൽ പോകുന്ന 2 മുന്നണികൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ വരുമ്പോൾ മാത്രം പുറത്തു വരുന്ന വാർത്തകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇപ്പോ 2016 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഭൂമി നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തില്ല എന്ന് ചോദിക്കുന്ന കോൺഗ്രസ് 2019 വരെ അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചിരുന്നില്ല. എപ്പോഴാണ് ഈ പറയുന്ന നടപടി സ്റ്റേ ചെയ്യപ്പെട്ടത്? പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ കൊണ്ടല്ല. കേന്ദ്ര സർക്കാർ ആ കാര്യത്തിൽ നിയമനിർമ്മാണം നടപ്പാക്കിയപ്പോ അവിടെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവിടെ ഈ പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്ര സർക്കാർ എൻഷുർ ചെയ്തപ്പോഴാണ് ഈ CMRLന്റെ സർക്കാരുമായിട്ടുള്ള ഈ പറയുന്ന അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്ക് കൂട്ടുവീഴുന്നത്. CMRL ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. മന്ത്രിമാരെ മുഴുവൻ വിലക്കെടുക്കുന്നുണ്ട്. അവര് പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ CMRLനെതിരെ ഒരു അന്വേഷണം വരുന്നത് 2019 IT ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് അവർക്കെതിരെ റെയ്ഡ് നടക്കുന്നത്. അവരുടെ അനധികൃതമായിട്ടുള്ള ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കണ്ടെടുക്കപ്പെടുന്നത്, അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന വീണ വിജയന്റെ കമ്പനിക്ക് ഈ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ അവിടെ തന്നെ ഉള്ള ഒരു പ്രശ്നം ശ്രീ ശങ്കു ഇപ്പൊ പറഞ്ഞു 2019 ഇൻകം ടാക്സിന്റെ റെയ്ഡിൽ വെളിവായ കാര്യങ്ങളാണെന്ന്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി ഉത്തരവ് ഈ കഴിഞ്ഞ വർഷം വരുമ്പോൾ മാത്രമാണ് ഈ ആംഗിളുമായി അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനു മുൻപ് തന്നെ IT വകുപ്പിന് CMRL എന്ന് പറയുന്ന കമ്പനിയുടെ ഇടപാടുകൾ ദുരൂഹമാണ് എന്ന അഭിപ്രായമുണ്ട്. 135 കോടി രൂപ അവർ വിവിധ ആളുകൾക്ക്, ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക്, പബ്ലിക് ഫംഗ്ഷണറീസിനൊക്കെ കൊടുത്തതിനെ പറ്റി ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന നിലപാട് IT വകുപ്പിന് ഉള്ളപ്പോഴും നമ്മളിപ്പോ SFI അന്വേഷണം 2024 നടപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. ഇത്രയും കാലം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് CMRL നടത്തിയിട്ടുള്ള ദുരൂഹമായ പണമിടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് തടസ്സം എന്തായിരുന്നു? അങ്ങയുടെ വിവരം തെറ്റാണ്. അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പുനഃപരിശോധിക്കേണ്ടതാണ്. ശ്രീമതി വീണ വിജയൻ എക്സാലോജി കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അന്വേഷണം ആരംഭിക്കുന്നത് 2024 വീണ വിജയന്റെ അഫിഡവിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നു 2021 ജനുവരി മാസത്തിൽ എനിക്ക് കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ സെക്ഷൻ 206 പ്രകാരമുള്ള നോട്ടീസ് കിട്ടി. എന്താണ്? എന്റെ കമ്പനിയുടെ നടത്തിപ്പ് കാര്യത്തിൽ കമ്പനി നിയമങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് പാലിക്കുന്നില്ല. ഈ ഡോർമൻസി സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോ അത് ശരിയായ നിലയ്ക്കുള്ള കാര്യങ്ങളായിരുന്നോ? അവിടെ തെറ്റിദ്ധാരണ വരുത്തി? ഇതൊക്കെ കമ്പനി നിയമത്തിലെ വളരെ എന്താ പറയാ, കമ്പനിയുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ കാര്യങ്ങളിലല്ലേ ആ പറഞ്ഞ പരിശോധന?
ഞാനത് മുഴുവൻ പറയട്ടെ. ഞാനതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാവും അത് വളരെ സാങ്കേതികമാണോ അല്ലയെന്ന്. 2021 ജനുവരി മാസത്തിൽ 206 നോട്ടീസ് കിട്ടി. ആ നോട്ടീസ് പ്രകാരം ഇവർ മറുപടി കൊടുത്തു. ആ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞിട്ട് 2021 നവംബറിൽ സപ്ലിമെന്ററി നോട്ടീസ് കിട്ടി. സപ്ലിമെന്ററി നോട്ടീസിന് ആദ്യം വീണ വിജയന്റെ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ നേരിട്ടിട്ടും പിന്നീട് രണ്ടാമത് 2022 ജൂൺ ജൂലൈ മാസങ്ങളിൽ വീണ വിജയൻ നേരിട്ടിട്ടും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുന്നിൽ ഹാജരായി. ഇവർ നേരിട്ട് കൊടുത്തിട്ടുള്ള വിശദീകരണവും തൃപ്തികരമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2022 അവസാനത്തോടു കൂടി ഇവരുടെ കമ്പനിക്കെതിരെ 210 പ്രകാരം കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ആ ഇൻവെസ്റ്റിഗേഷനിൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ്, കമ്പനി നിയമപ്രകാരം ഒരിക്കലും നടത്താൻ പാടാത്ത ട്രാൻസാക്ഷൻസ് ആണ് ഇവരുടെ കമ്പനി നടത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പണം ലോണ്ടറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷാം കമ്പനിയാണോ, ഒരു ഷെൽ കമ്പനിയാണോ എന്ന അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സെക്ഷൻ 212 പ്രകാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഉത്തരവിട്ടു. ഇന്നിപ്പോ വീണ വിജയന്റെ വക്കീല് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത് എന്താണെന്ന് അറിയോ? 212 എന്ന് പറയുന്നത് സഹാറ കേസ് പോലെ അല്ലെങ്കിൽ വ്യാപം കേസ് പോലെയൊക്കെയുള്ള ശാരദാ സ്കാം പോലെയുള്ള വലിയ 100 കോടി സ്കാമുകളുടെ കാര്യത്തിൽ എടുക്കേണ്ട അത്രയും ഗൗരവമുള്ള വകുപ്പാണ്. കാരണം അങ്ങനത്തെ 212 പ്രകാരം ഒരു അന്വേഷണം ഉത്തരവിട്ട് കഴിഞ്ഞാൽ ബെയിൽ ഈസ് വെർച്വലി ഇമ്പോസിബിൾ. UAPA പോലെ ഒരാളെ സമ്പൂർണ്ണമായിട്ട് സംഹരിക്കാൻ ശേഷിയുള്ള ഒരു വകുപ്പാണ് 212. അത്രയും ഗൗരവമുള്ള ഒരു അന്വേഷണം എന്റെ കമ്പനിക്കെതിരെ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. 210 പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഇവർ പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം 210 പ്രകാരം ഞങ്ങൾക്കെതിരെ നടന്നു വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നിലനിൽക്കുമ്പോൾ ഇതിനപ്പുറത്ത് 212 പോലെ ഗൗരവമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതല്ല. കാരണം സെക്ഷൻ 212 എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിനുള്ളിലെ മിനി ആക്ട് എന്ന് വിളിക്കുന്ന ആക്ടാണ്. കാരണം അതൊരു പ്രത്യേക നിയമം തന്നെയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഏജൻസിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവരുടെ അധികാരങ്ങൾ എന്താണെന്ന് നിജപ്പെടുത്തുക, അറസ്റ്റിന്റെ അധികാരം, സെർച്ച് ആൻഡ് സീഷറിന്റെ അധികാരം, ബെയിലിന്റെ അധികാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് മൾട്ടി ഏജൻസിനെ രൂപീകരിക്കുന്ന ഒരു സംഭവമാണ്. അത്രയും ഗൗരവമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോ തുടങ്ങിയിട്ടുണ്ട്? 2021 മുതൽ. നമുക്ക് ആ 2021 മുതൽ തുടങ്ങിയ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.